എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഇതായിരുന്നു. സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് പറഞ്ഞാല് എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഹാസ് ആൻ അപ്പർ ബൗണ്ട് ഹാസ് എ സുപ്രീമം ഇൻ ആർ. അതായത് ഏതൊരു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു അപ്പർ ബൗണ്ടും ഉണ്ടാവും, അതിനൊരു സുപ്രീമോ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഹാസ് എ ലോവർ ബൗണ്ട് ഹാസ് ആൻ ഇൻഫിമം ഇൻ ആർ. ഏതൊരു സെറ്റ് ഓഫ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ലോവർ ബൗണ്ടും കണ്ടുപിടിക്കാൻ പറ്റും, അതിനൊരു ഇൻഫിമോ ഉണ്ടാവും. അപ്പൊ ഇതാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സുപ്രീമം പ്രോപ്പർട്ടി ഇൻഫിമം പ്രോപ്പർട്ടീനെ ഇംപ്ലൈ ചെയ്യും, ഇൻഫിമം പ്രോപ്പർട്ടി സുപ്രീമം പ്രോപ്പർട്ടീനെ ഇംപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ആവും. അതായത് സുപ്രീമം പ്രോപ്പർട്ടി എന്തിനെ ഇംപ്ലൈ ചെയ്യും? ഇൻഫിമം പ്രോപ്പർട്ടിയെ ഇംപ്ലൈ ചെയ്യും. അതുപോലെ തിരിച്ചും ഇൻഫിമം പ്രോപ്പർട്ടീനെ വെച്ച് നമുക്ക് സുപ്രീമം പ്രോപ്പർട്ടി ഇംപ്ലൈ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഇതിലേതെങ്കിലും ഒരു പ്രോപ്പർട്ടി പറഞ്ഞാൽ മതി. അപ്പൊ ഇതെങ്ങനെയാണ് ഇംപ്ലൈ ചെയ്യാന്നുള്ളതിന്റെ പ്രൂഫാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഇതിലേതെങ്കിലും ഒന്നിലേക്ക് ചുരുങ്ങും. അപ്പൊ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് ആറിൽ നിന്ന് എങ്ങനെ ഇൻഫിമം പ്രോപ്പർട്ടി ഓഫ് ആറ് പ്രൂവ് ചെയ്യുന്നു നോക്കാം. പ്രൂഫ്. നമ്മൾ ഇതിൽ ആദ്യം കൺസിഡർ ചെയ്യുന്നത് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ആണ്. ഈ എസ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്ന റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കൂടാതെ എസിന് ഒരു ലോവർ ബൗണ്ട് ഉണ്ടെന്നും കൂടെ നമ്മൾ എടുക്കുകയാണ്. എസിലുള്ള എലമെന്റിന് നമ്മൾ സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതായത് ഈ എല്ലാ എസ് എവിടെയുണ്ട്? ക്യാപിറ്റൽ എസിലുണ്ട്. ഇതാണ് എസിലുള്ള എല്ലാ എലമെന്റ്സിനെ നമ്മൾ സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി നമ്മൾ ടി എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. ടി എന്ന് പറയുന്നത് ഈ സെറ്റ് എസിലുള്ള എലമെന്റുകളുടെ നെഗറ്റീവ് എടുക്കുന്നതാണ്. അതായത് മൈനസ് എസ് ആണ്. അതായത് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. എസിലുള്ള എല്ലാ എലമെന്റുകളുടെ നെഗറ്റീവ് എടുക്കുന്ന സെറ്റിനെയാണ് നമ്മൾ ടി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എസിന് ലോവർ ബൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ലോവർ ബൗണ്ട് വി ആണെന്ന് എടുക്കുകയാണ്. അതായത് വി എന്ന് പറയുന്നത് ആറിലുള്ള എലമെന്റ് ആണ്. സെറ്റിലുള്ള എസിന് ലോവർ ബൗണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എസ്. അതായത് എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും ചെറിയ എലമെന്റ് ആണ് വി. കാരണം വി എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്ത്? ലോവർ ബൗണ്ട് ആയിട്ടാണ് എടുത്തത്. അപ്പൊ ഇതിനെ ഈ ഒരു ഇൻഇക്വാളിറ്റിയില് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. മൈനസ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് വന്നു. അതായത് മൈനസ് എസ് ഏതിലെ എലമെന്റ് ആണ്? ടിയിലെ എലമെന്റ് ആണ്. അപ്പൊ മൈനസ് വി എന്ന് പറയുന്നത് ടിയിലുള്ള എല്ലാ എലമെന്റിനേക്കാൾ വലുതാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ മൈനസ് വിനെ എന്ത് പറയാം? ടിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് പറയാം. ടിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് പറയാം മൈനസ് വിന്. കാരണം ടിയിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതാണ് മൈനസ് വി. അപ്പൊ ടിക്ക് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് കിട്ടി. അപ്പൊ ടിക്ക് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടിക്ക് സുപ്രീം ഉണ്ടെന്ന് പറയാം. അപ്പൊ ആ സുപ്രീം എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മളത് യു ബിലോങ്സ് ടു ആർ. ഈ യുവിനെ നമ്മൾ ടിന്റെ സുപ്രീം ആയിട്ട് എടുത്തു. സുപ്രീമം ഓഫ് ടി ഈക്വൽ ടു യു ആയിട്ട് എടുത്തു. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം? യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് എഴുതാം. കൂടാതെ നമ്മൾ യു ആണ് സുപ്രീമമായിട്ട് എടുത്തത്. അപ്പൊ മൈനസ് ബി അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ എന്തായിരിക്കും? യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ബി ആയിരിക്കും. കാരണം യു ആണ് സുപ്രീമം. സുപ്രീമം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. ഇതൊരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ബി ആയിരിക്കും. ഇനി ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? മൈനസ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് എഴുതാം. മൈനസ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് എഴുതാം. അതായത്
എസ്സിലുള്ള എല്ലാ എലമെന്റിനേക്കാളും ചെറുതാണ് എന്ത്? മൈനസ് യു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മൈനസ് യു എന്താണ്? ഒരു ലോവർ ബൗണ്ട് ആണെന്ന് പറയാം. മൈനസ് യു ഒരു ലോവർ ബൗണ്ട് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി എന്ന് വന്നു. മൈനസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി എന്നാണ് വന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ഒരു ലോവർ ബൗണ്ട് ആണെന്ന് പറഞ്ഞു. കൂടാതെ മൈനസ് യുവും എസിന്റെ ഒരു ലോവർ ബൗണ്ട് ആണെന്ന് കിട്ടി. പിന്നെ നമുക്ക് കിട്ടിയത് മൈനസ് യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി, അതായത് മൈനസ് യു വിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? മൈനസ് യു ആണ് ഇൻഫിമം ഓഫ് എസ് എന്ന് പറയാം. മൈനസ് യു ആണ് ഇൻഫിമം ഓഫ് എസ് എന്ന് പറയാം. അതായത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻഫിമം എന്ന് പറയാം. ഇവിടെ മൈനസ് യുവും വിയും എസിന്റെ ലോവർ ബൗണ്ടുകളാണ്. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? മൈനസ് യു ആണ്. അതുകൊണ്ട് നമുക്ക് ഇൻഫിമം ഓഫ് എസ് എന്ന് പറയുന്നത് മൈനസ് യു ആണെന്ന് പറയാം. അതായത് നമുക്ക് എന്തെന്ന് കിട്ടി? നമ്മളൊരു സെറ്റിന്, ഒരു റിയൽ നമ്പറിന്റെ സെറ്റിന് ലോവർ ബൗണ്ട് ഉണ്ടെന്ന് ഉള്ള അസംഷൻ എടുത്തപ്പോ അതിനൊരു ഇൻഫിമം ഉണ്ടെന്ന് നമുക്ക് കിട്ടി. അതായത് സുപ്രീമം പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ ഇൻഫിമം പ്രോപ്പർട്ടിയിലേക്ക് പോയി. ഇതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ഈ സെയിം അസംഷൻ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇൻഫിമം പ്രോപ്പർട്ടി ഓഫ് ആറിൽ നിന്ന് സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് ആറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മള് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടീനെ സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് പറയാറുണ്ട്. കാരണം സുപ്രീമം പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻഫിമം പ്രോപ്പർട്ടിയിൽ എത്താം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്ക് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് പറയുന്നത്. നമ്മൾ ആറിനെ കംപ്ലീറ്റ് ഓർഡേർഡ് ഫീൽഡ് എന്ന് പറയാറുണ്ട്. കംപ്ലീറ്റ് ഓർഡേർഡ് ഫീൽഡ് ഇത് ആറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ആർ എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇതിന് നമ്മൾ കംപ്ലീറ്റ് ഓർഡേർഡ് ഫീൽഡ് എന്ന് പറയാറുണ്ട്. കാരണം ഇതിന്റെ ഓർഡർ പ്രോപ്പർട്ടിയും പിന്നെ ആൾജിബ്രായിക് പ്രോപ്പർട്ടിയും കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇതിന് നമുക്ക് കംപ്ലീറ്റ് ഓർഡേർഡ് ഫീൽഡ് ആണെന്ന് പറയാം. ഇത് ആറിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഇത് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അതിൽ പ്രോബ്ലം 1 ഇതാണ്. ലെറ്റ് എസ് ബി എ നോൺ എംപ്റ്റി ബൗണ്ടഡ് സെറ്റ് ഇൻ ആർ ആൻഡ് ഫോർ എനി എ ബിലോങ്സ് ടു ആർ let as equal to set as such that s belongs to s. Prove that supremum of as equal to a into supremum of s if a greater than 0 and supremum of as equal to a into infimum of s if a less than 0. അപ്പൊ രണ്ട് കേസുകളാണ് ഉള്ളത്. അതായത് എസ് എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി ബൗണ്ടഡ് സെറ്റ് ഉണ്ട്. ബൗണ്ടഡ് സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സുപ്രീമം ഉണ്ടാവും, ഇൻഫിമം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ഉണ്ട്. ആ റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മളൊരു പുതിയ സെറ്റ് ഡിഫൈൻ ചെയ്യാണ്, എ ഇൻറ്റു എസ്. അതായത് എസിലുള്ള എല്ലാ എലമെന്റിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സെറ്റാണ് എ എസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്ന നോൺ എംപ്റ്റി ബൗണ്ടഡ് സെറ്റ് ആണ്. അതിലുള്ള എല്ലാ എലമെന്റ്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ സെറ്റ് ഫോം ചെയ്യുന്നതാണ് എ എസ്. അങ്ങനെയാണെങ്കിൽ എ എസിന്റെ സുപ്രീമം എന്ന് പറയുന്നത് എ ഇൻറ്റു സുപ്രീമം ഓഫ് എസ് ആണ്, എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ. അല്ലെങ്കിൽ സുപ്രീമം ഓഫ് എ എസ്, അതായത് എ ലെസ് ദാൻ 0 ആണെങ്കിൽ സുപ്രീമം ഓഫ് എ എസ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇൻഫിമം ഓഫ് എസ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ കേസ് നമുക്ക് പ്രൂവ് ചെയ്യാം. കേസ് 1 എ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോ എങ്ങനെയാണ് നോക്കാം. അപ്പൊ നമ്മള് എസിന് ഒരു സുപ്രീമം കൺസിഡർ ചെയ്യാണ്. അതായത് യു എന്ന് പറയുന്നതാണ് എസിന്റെ സുപ്രീമം എന്ന് എടുക്കുകയാണ്. എസിന്റെ സുപ്രീമം യു ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യു ബിലോങ്സ് ടു ആറിലുള്ള എലമെന്റ് ആയിരിക്കും. എസിലുള്ള എല്ലാ എലമെന്റിനേക്കാൾ വലുതായിരിക്കും ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. അതായത് എസിലുള്ള എല്ലാ എലമെന്റിനേക്കാൾ വലുതായിരിക്കും യു എന്ന് പറയുന്നത്. അത് ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും. കൂടാതെ ഇനി വേറെ ഏതൊരു അപ്പർ ബൗണ്ട് എടുത്താലും ഈ യുവിനേക്കാൾ വലുതായിരിക്കും. ആ ഒരു കണ്ടീഷനും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇൻഇക്വാളിറ്റിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട്
എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ യു ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്തെന്ന് കിട്ടി? ഈ എ എസ് എന്ന് പറയുന്നത് എ എസിലുള്ള എലമെന്റ്സുകളാണ് ഈ എ എസ്. ഈ എ എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും ചെറുതാണ് എ യു എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. അപ്പൊ ഈ എ യുവിന് എന്ത് പറയാം? എ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് പറയാം. എ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് എ യു എന്ന് കിട്ടി. ഇനി ഈ എ യു ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. എ യു ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു എലമെന്റ് എടുക്കുകയാണ്, വി ബിലോങ്സ് ടു ആർ. ഇത് എ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്നാണ് എടുത്തത്. അപ്പൊ വിയും എ എസിന്റെ അപ്പർ ബൗണ്ട് ആണെന്ന് ഇത് നമ്മൾ എടുത്തതാണ്. ഇവിടെ നമുക്ക് എ എസിന്റെ അപ്പർ ബൗണ്ട് ആയിട്ട് എ യു കിട്ടി. നമുക്കിത് പ്രൂവ് ചെയ്യേണ്ടത് എ യുവിനേക്കാൾ വലുതാണ് വി. അതായത് എ യു ആയിരിക്കണം നമ്മുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്തെടുത്തു? വി എന്ന് പറയുന്നത് എ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് എടുത്തു. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് എഴുതാം. അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് വി എന്ന് പറയുന്നത് എ എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതായിരിക്കും. എ എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതായിരിക്കും എന്ത്? ഈ വി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ബൈ എ എന്ന് എഴുതാം. എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ബൈ എ എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ആണ്. യു ആണ് എന്തെന്ന് എടുത്തത്? നമ്മൾ എസിന്റെ സുപ്രീമം ആയിട്ട് എടുത്തത് യു ആണ്. അപ്പോ ഇതെന്ന് പറയുന്നത് ഇപ്പൊ എസിന്റെ ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്കിപ്പോ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആയിട്ടാണ് കിട്ടിയത്. പക്ഷെ നമ്മള് യു എന്ന് പറയുന്നത് സുപ്രീമം ആണെന്ന് എടുത്തു. അപ്പൊ ഇതിനേക്കാൾ ചെറുതായിരിക്കും യു എന്ന് പറയുന്നത്, കാരണം യു സുപ്രീമം ആണ്. അപ്പൊ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ബൈ എ എന്ന് വന്നു. ഇതിൽ നിന്ന് എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എന്ന് വന്നു. അതായത് എ യു എന്ന് പറയുന്നത് വിനേക്കാൾ ചെറുതാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എ യു എന്ന് പറയുന്നത് എ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. എ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് നമ്മൾ വേറെ കൺസിഡർ ചെയ്തു. ആ കൺസിഡർ ചെയ്ത അപ്പർ ബൗണ്ട് എ യുവിനേക്കാൾ വലുതാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? സുപ്രീമം ഓഫ് എ എസ് എന്ന് പറയുന്നത് എ യു ആണെന്ന് പറയാം. അതായത് വേറൊരു അപ്പർ ബൗണ്ട് കൺസിഡർ ചെയ്തപ്പോ അത് എന്താണെന്ന് കിട്ടി? എ യുവിനേക്കാൾ വലുതാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എ യു ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയാം. അപ്പൊ സുപ്രീമോ അതെന്താവും? സുപ്രീമോ. അപ്പൊ സുപ്രീമം ഓഫ് എ എസ് എന്ന് പറയുന്നത് എ യു എന്ന് കിട്ടി. ഇനി ഇവിടെ എ ഇൻറ്റു യുവിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സുപ്രീമം ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ യുവിനെ നമ്മൾ സുപ്രീമം ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മള് പ്രൂവ് ചെയ്യാനുള്ളത് കിട്ടി. അതായത് സുപ്രീമം ഓഫ് എ എസ് എന്ന് പറയുന്നത് എ ഇൻറ്റു സുപ്രീമം ഓഫ് എസ് ആണ്. എപ്പോഴാണ്? എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. ഇനി നമ്മൾ അടുത്ത കേസാണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് സുപ്രീമം ഓഫ് എ എസ് ഈക്വൽ ടു എ ഇൻറ്റു ഇൻഫിമം ഓഫ് എസ് ഇഫ് എ ലെസ് ദാൻ 0 എന്നാണ്. അപ്പൊ നമ്മുടെ കേസ് 2 എന്താണ്? എ ലെസ് ദാൻ 0 ആവുമ്പോ എന്ത് വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇവിടെ ഇൻഫിമം ഓഫ് എസ് എന്ന് പറഞ്ഞെടുക്കുന്നത് ഡബ്ല്യു ആണ്. ആദ്യം നമ്മൾ എടുക്കുകയാണ് എസിന്റെ എസ് ഒരു ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു സുപ്രീമോ ഉണ്ടാവും, ഇൻഫിമോ ഉണ്ടാവും. ഇവിടെ നമ്മുടെ ഇൻഫിമം ഓഫ് എസ് എന്ന് പറയുന്നത് ഡബ്ല്യു ആണെന്ന് എടുത്തു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഒരു ഡബ്ല്യു ബിലോങ്സ് ടു ആറിലുള്ളതാണ്. ഡബ്ല്യു എന്ന് പറയുന്നത് എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും ചെറുതാണ്. ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനെ എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻഇക്വാളിറ്റിയിൽ ചേഞ്ച് വരും. അപ്പൊ എനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് വന്നു. അതായത് എ ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഇൻഇക്വാളിറ്റിയിൽ ചേഞ്ച് വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ എ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എസ് എന്ന് വന്നു.
അപ്പൊ ഇത് നമുക്ക് എന്താ പറയാ, എ എസ് ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് പറയുന്നത് എ എസിലെ എലമെന്റ് ആണ്. അപ്പൊ ഈ എ ഡബ്ല്യു എന്ന് പറയുന്നത് എ എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതെന്താണ്, എ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. എ എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. ഇനി നമ്മള് എന്തെടുക്കും, ഈ ഒരു അപ്പർ ബൗണ്ടും കൂടി ഉണ്ടെന്ന് എടുക്കും. ആ അപ്പർ ബൗണ്ട് എ ഡബ്ല്യു, നമ്മളൊരു അപ്പർ ബൗണ്ടും കൂടി ഉണ്ടെന്ന് എടുക്കും. ആ അപ്പർ ബൗണ്ട് എ ഡബ്ല്യുവിനേക്കാൾ വലുതാണ്. ഇപ്പൊ ഒരു വി എന്ന് പറയുന്നതാണ് അപ്പർ ബൗണ്ട് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ആ വി എന്ന് പറയുന്നത് എ ഡബ്ല്യുവിനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് പറയാം എ ഡബ്ല്യു എന്താണ്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അതെന്താണ്, എ എസിന്റെ സുപ്രീമം ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് നമുക്ക് ഈ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് വി എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണ്. ഇതെന്താണ്, എ എസിന്റെ അപ്പർ ബൗണ്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എ എസിന്റെ അപ്പർ ബൗണ്ട് ആയിട്ടാണ് നമ്മൾ ഈ വി എന്ന് പറയുന്ന എലമെന്റിനെ എടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം, എ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് എന്ന് എഴുതാം. എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും എ എസിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതാണെന്ത്, വി എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇവിടെ എ ലെസ് ദാൻ 0 ആണ്. അപ്പൊ എ ലെസ് ദാൻ 0 ആകുമ്പോ ഇവിടെ പോയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എന്തായി മാറും, ഗ്രേറ്റർ ദാൻ ഫോർമുല. അപ്പൊ എന്തൊരു, എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ബൈ എ എന്ന് കിട്ടി. എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ബൈ എ എന്ന് കിട്ടി. അപ്പൊ ഇതെന്തായി, എസിന്റെ ഒരു ലോവർ, ഇവിടെ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി ബൈ എ എന്ന് കിട്ടി ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ് ആണ്. അപ്പൊ ഇതെന്തായി, എസിന്റെ ഒരു ലോവർ ബൗണ്ട് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എസിലെ എല്ലാ എലമെന്റിനേക്കാളും ചെറുതാണ് വി ബൈ എ. നമ്മളിവിടെ എസിന് ഒരു ഇൻഫിമം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്, എസിന്റെ ഒരു ലോവർ ബൗണ്ടും കൂടിയാണ്. അപ്പൊ നമുക്ക് ഇത് ഡബ്ല്യു എന്ന് പറയുന്നത് ഇൻഫിമം ആയതുകൊണ്ട് എന്തായിരിക്കും, ഈ ഗ്രേറ്റസ്റ്റ് ഇൻഫിമം ആയിരിക്കും ഡബ്ല്യു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, വി ബൈ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു എന്ന് എഴുതാം. കാരണം ഡബ്ല്യുവും വി ബൈ എയും എസിന്റെ ലോവർ ബൗണ്ടുകളാണ്. പക്ഷെ അതിലെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് ഡബ്ല്യു ആണെന്ന് നമ്മൾ എടുത്തു. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇനി ഈ എനെ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എ ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഇൻഇക്വാളിറ്റിയിൽ ചേഞ്ച് വരും. അപ്പൊ എങ്ങനെ വരും, വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഡബ്ല്യു എന്ന് വരും. നമ്മള് ഇവിടെ വി എന്ന് പറയുന്നത് എ എസിന്റെ അപ്പർ ബൗണ്ട് ആണെന്ന് എടുത്തു. ഇവിടെ നമ്മള് എ ഡബ്ല്യു എന്ന് പറയുന്നത് എ എസിന്റെ അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. പിന്നെ നമുക്ക് എന്ത് കിട്ടി, എ ഡബ്ല്യു ആണ് വിനേക്കാൾ ചെറുതെന്ന് കിട്ടി. അപ്പൊ വിയും എ ഡബ്ല്യുവും എ എസിന്റെ അപ്പർ ബൗണ്ടുകളാണ്. അതിൽ ഏറ്റവും ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഏതാണ്, എ ഡബ്ല്യു ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, സുപ്രീമം ഓഫ് എ എസ് എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഏതാണ്, എ ഡബ്ല്യു ആണെന്ന് പറയാം. ഇതിൽ നമ്മള് എ ഇൻറ്റു ഡബ്ല്യു എന്ന് പറഞ്ഞ എന്താ എടുത്തത്, ഇൻഫിമം ഓഫ് എസ് എന്നാണ് എടുത്തത്. അപ്പൊ നമ്മൾ എ ലെസ് ദാൻ 0 ആണെങ്കിൽ സുപ്രീമം ഓഫ് എ എസ് എന്ന് പറയുന്നത് എ ഇൻറ്റു ഇൻഫിമം ഓഫ് എസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് ഇതിന്റെ പ്രൂഫ്. അടുത്ത പ്രോബ്ലം ഇതാണ്. ലെറ്റ് എ ആൻഡ് ബി ബി ബൗണ്ടഡ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ലെറ്റ് എ പ്ലസ് ബി equal to set A plus B such that A belongs to A and B belongs to B. Prove that supremum of A plus B equal to supremum of A plus supremum of B. അപ്പൊ എയും ബിയും ബൗണ്ടഡ് സെറ്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അതിനൊരു സുപ്രീമോ ഉണ്ടാവും ഇൻഫിമോ ഉണ്ടാവും എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ സുപ്രീമത്തിന്റെ കാര്യം കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാം, അപ്പൊ നമ്മൾ എന്റെ സുപ്രീമത്തെ U1 എന്ന് വിളിക്കുകയാണ്. അതാണ് എന്റെ സുപ്രീമം. ബിന്റെ സുപ്രീമത്തെ നമ്മൾ U2 എന്ന് വിളിക്കുകയാണ്. അതാണ് ബിന്റെ സുപ്രീമം. ഇനി എ പ്ലസ് ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, എയിലുള്ള എലമെന്റ് പ്ലസ് ബിയിലുള്ള എലമെന്റ് ആണ്. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുന്നത് എവിടെയുള്ള എലമെന്റ് ആണ്,
ക്യാപിറ്റൽ എ പ്ലസ് ക്യാപിറ്റൽ ബിയിലുള്ള എലമെന്റ് ആണ്. അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാല് ഈ എയിനേക്കാൾ വലുതായിരിക്കും U1. കാരണം U1 എന്ന് പറയുന്നത് സുപ്രീമം ആണ്. സുപ്രീമം എന്ന് പറഞ്ഞാല് എയിലുള്ള എല്ലാ എലമെന്റ്സിനേക്കാളും വലുതായിരിക്കും. അതായിരിക്കും അതിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഈ U1 എന്തായിരിക്കും? ഒരു അപ്പർ ബൗണ്ടും ആയിരിക്കും. അതായിരിക്കും ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അതുപോലെ തന്നെയാണ് U2 എന്ന് പറയുന്നത്. ബിയിലുള്ള എല്ലാ എലമെന്റ്സിനേക്കാൾ വലുതായ ഒരു എലമെന്റ് ആയിരിക്കും. അത് അപ്പർ ബൗണ്ടും ആയിരിക്കും. കൂടാതെ അത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെ വരും? എയിനേക്കാൾ വലുതായ ഒരു എലമെന്റ് ആണ് U1. അപ്പൊ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു U1 പ്ലസ് ബിനേക്കാൾ വലുതായതാണ് U2. അതുകൊണ്ട് നമുക്ക് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു U1 പ്ലസ് U2 എന്ന് എഴുതാം. അപ്പൊ ഇതെന്തായി? ഫോർ ഓൾ എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു ബി ആണ്. അപ്പൊ ഇതെന്തായി? എ പ്ലസ് ബി എന്ന് പറയുന്ന എലമെന്റിനേക്കാൾ വലിയൊരു എലമെന്റ് ആണ്. അതായത് എ പ്ലസ് ബി എവിടെയുള്ള എലമെന്റ് ആണ്? എ പ്ലസ് ബിയിലുള്ള എലമെന്റ് ആണ്. അതായത് എ പ്ലസ് ബിയിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതാണ് എന്ത്? U1 പ്ലസ് U2. അപ്പൊ ഇത് എന്താണ് നമുക്ക് കിട്ടി? ഒരു അപ്പർ ബൗണ്ട് ആണ്. ഏതിന്റെ? എ പ്ലസ് ബിന്റെ അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വേറൊരു അപ്പർ ബൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഈ അപ്പർ ബൗണ്ടിനേക്കാൾ വലുതാണ്. അതായത് ഇതാണ് നമ്മുടെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബിന്റെ സുപ്രീമം നമുക്ക് ഇതാണെന്ന് പറയാം. അപ്പൊ നമ്മള് ഒരു വി എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു ആറില്. ഇത് എ പ്ലസ് ബിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് എടുത്തു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി എന്ന് എഴുതി. ഇത് എ പ്ലസ് ബിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് കിട്ടി. നമ്മൾ ഇന്നലെ ഒരു ലെമ്മ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെമ്മ എന്തായിരുന്നു? യു എന്ന് പറയുന്നത് എസിന്റെ ഒരു സുപ്രീമം ആണെങ്കിൽ, എസിന്റെ ഒരു സുപ്രീമം ആണ് യു എങ്കില് ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്തായിരിക്കും? യു മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആവില്ല. കാരണം യു ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പൊ യു മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആവില്ല. അത് ഒരു എലമെന്റിനേക്കാൾ ചെറുതായിരിക്കും. എസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു എലമെന്റിനേക്കാൾ ചെറുതായിരിക്കും. ഈ എസ് എപ്സിലോൺ എവിടെയുള്ള എലമെന്റ് ആയിരിക്കും? ക്യാപിറ്റൽ എസിലുള്ള എലമെന്റ് ആയിരിക്കും. ഇതാണ് ഒരു ലെമ്മ 2 എന്ന് പറഞ്ഞ് ഇന്നലെ പഠിച്ചത്. അതായത് യു എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എസ് ആണെങ്കിൽ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 യു മൈനസ് എപ്സിലോണിന് എന്താവാൻ പറ്റില്ല? അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. കാരണം യു ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു യു മൈനസ് എപ്സിലോണിനേക്കാൾ ഒരു വലുതായിട്ട് ഒരു എലമെന്റ് എസ് എപ്സിലോൺ എന്ന് പറയുന്നത് എസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഒരു ലെമ്മയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists x belongs to a and y belongs to b such that എന്തെന്ന് പറയാം? u minus epsilon less than x, u minus epsilon less than y എന്ന് പറയാം. ഇവിടെ നമ്മൾ ഒരു സെറ്റിന്റെ കേസിലായിരുന്നു പഠിച്ചത്. ഇവിടെ നമ്മൾ 2 സെറ്റ് എടുത്തു. u1 ആണ് എയിലെ അപ്പർ ബൗണ്ട്, u2 ആണ് ബിയിലെ അപ്പർ ബൗണ്ട്. അപ്പൊ ആ അപ്പർ ബൗണ്ട് ഇവിടെ യു ആണ് അപ്പർ ബൗണ്ട്. അപ്പൊ ആ യുവിൽ നിന്ന് എപ്സിലോൺ കുറയ്ക്കുന്നതിനേക്കാൾ, എപ്സിലോൺ കുറച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായ ഒരു എലമെന്റ് എവിടെ ഉണ്ടാവും? എയിൽ ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇത് കുറച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായ ഒരു എലമെന്റ് എവിടെ ഉണ്ടാവും? ബിയിൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ 2 ഇൻഇക്വാളിറ്റിയും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? u1 പ്ലസ് u2 മൈനസ് 2 എപ്സിലോൺ ലെസ് ദാൻ എക്സ് പ്ലസ് വൈ എന്ന് വന്നു. u1 പ്ലസ് u2 മൈനസ് 2 എപ്സിലോൺ ലെസ് ദാൻ എക്സ് പ്ലസ് വൈ എന്ന് വന്നു. ഇത് അപ്പർ ബൗണ്ട് അല്ല. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എവിടെയുള്ള എലമെന്റ് ആണ്? എക്സ് എന്ന് പറയുന്ന എലമെന്റ് എയിലുള്ളതും വൈ എന്ന് പറയുന്നത് ബിയിലുള്ളതും ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഏതിലുള്ള എലമെന്റ് ആണ്? എ പ്ലസ് ബിയിലുള്ള എലമെന്റ് ആയിരിക്കും. നമ്മുടെ ഇവിടെ ഒരു വി എന്ന് പറയുന്ന എലമെന്റ് എ പ്ലസ് ബിന്റെ അപ്പർ ബൗണ്ട് ആണെന്ന് എടുത്തു.
അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എന്ന് എഴുതാം. കാരണം വിനേക്കാൾ ചെറുതായിരിക്കും ഈ എലമെന്റുകൾ. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? u1 plus u2 minus 2 epsilon less than v എന്ന് എഴുതാം. നമുക്ക് u1 plus u2 less than v plus 2 epsilon എന്ന് കിട്ടി. എപ്സിലോൺ ഏത് വേണമെങ്കിലും ആവാം. എപ്സിലോൺ നമ്മൾ ആർബിട്രറി എന്നാണ് എടുത്തത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? u1 plus u2 എന്ന് പറഞ്ഞാല് ലെസ് ദാൻ ഓർ ഈക്വൽ ടു v എന്ന് പറയാം. അതായത് എപ്സിലോൺ എന്ത് വേണമെങ്കിലും ആയാലും നമുക്ക് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോ അതിന് നമുക്ക് ഇങ്ങനെ u1 plus u2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു v എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു v എന്ന് പറയുന്നത് ഒരു അപ്പർ ബൗണ്ട് ആണ്, u1 plus u2 എന്ന് പറയുന്ന ഒരു അപ്പർ ബൗണ്ട് ആണ്. അതിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയിട്ട് കിട്ടിയത് u1 plus u2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? സുപ്രീമം ഓഫ് a plus b എന്ന് പറയുന്നത് എന്താണ്? u1 plus u2 എന്നാണെന്ന് പറയാം. u1 എന്താണെന്നാണ് നമ്മൾ എടുത്തത്? സുപ്രീമം ഓഫ് a. u2 എന്താണെന്ന് എടുത്ത്? സുപ്രീമം ഓഫ് b എന്നാണ് എടുത്തത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കിട്ടി. സുപ്രീമം ഓഫ് a എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് a പ്ലസ് സുപ്രീമം ഓഫ് b എന്ന് കിട്ടി. അടുത്ത പ്രോബ്ലം ഇതാണ്. ഷോ ദാറ്റ് ഇഫ് a and b ആർ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് r, then supremum of a union b equal to supremum of a, supremum of b. നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എ യൂണിയൻ ബിന്റെ അപ്പർ ബൗണ്ട് ആണ് ഇതെന്ന് പ്രൂവ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിന്റെ അപ്പർ ബൗണ്ട് ആണ് എ യൂണിയൻ ബി എന്ന് പ്രൂവ് ചെയ്യും. അപ്പൊ രണ്ട് സൈഡും അപ്പർ ബൗണ്ടുകളായി കഴിയുമ്പോൾ നമുക്ക് അതിനെ ഈക്വൽ ടു എന്ന് എഴുതാം. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു ബി എന്ന് എഴുതാം. ആ ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മൾ എടുക്കുകയാണ് ഒരു എലമെന്റ് എ യൂണിയൻ ബിയിൽ ഉണ്ടെന്ന് എടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എ യൂണിയൻ ബിയിൽ ഉണ്ടെന്നാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഒന്നെങ്കിൽ എയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവും? ബിയിൽ ഉണ്ടാവും എന്ന് പറയാം. എക്സ് എയിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? എക്സ് സുപ്രീമം ഓഫ് എനേക്കാൾ താഴെയുള്ള എലമെന്റ് ആയിരിക്കും. എക്സ് എയിലുള്ള എലമെന്റ് ആണെങ്കിൽ എക്സ് സുപ്രീമം എന്റെ സുപ്രീമത്തേക്കാൾ താഴെയായിരിക്കും. കാരണം സുപ്രീമം ഓഫ് എ എന്ന് പറയുന്നതാണ് അപ്പർ ബൗണ്ട്. ഓർ എക്സ് ബിയിലുള്ള എലമെന്റ് ആണെങ്കിൽ എക്സ് സുപ്രീമം ഓഫ് ബിനേക്കാൾ താഴെയുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എ കോമ സുപ്രീമം ഓഫ് ബി. അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഏതാണോ സുപ്രീമം വരുന്നത് അതിനേക്കാൾ ചെറുതായിരിക്കും എക്സ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു 5 ആണ്, ഇതിപ്പോ ഒരു 6 ആണെങ്കിൽ 5,6 ഇതിന്റെ സുപ്രീമം എന്ന് പറയുന്നത് എത്ര വരും? 6 വരും. അതായത് ഇത് 6നേക്കാൾ ചെറുതാണെന്ന് പറയാം. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ യൂണിയൻ ബിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. എ യൂണിയൻ ബിയിലുള്ള എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എ യൂണിയൻ ബിയിലുള്ള എല്ലാ എലമെന്റിനേക്കാളും വലുതാണ് സുപ്രീമം ഓഫ് എ, സുപ്രീമം ബി എന്ന് പറയുന്നത്. അപ്പോ ഇതെന്താണ്? എ യൂണിയൻ ബിക്ക് ഒരു അപ്പർ ബൗണ്ട് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മള് ഇതിന് എ യൂണിയൻ ബിയിൽ ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തിയറി വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ നമ്മള് ലെറ്റ് ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബിന്റെ ഒരു അപ്പർ ബൗണ്ട് ആയിട്ട് എടുത്തു. അതായത് ബി എന്ന് പറയുന്നത് എ യൂണിയൻ ബിന്റെ അപ്പർ ബൗണ്ട് ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്നത് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആയിരിക്കും. എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കും? വിനേക്കാൾ ചെറുതായിരിക്കും. കാരണം വി എന്താണ്? അപ്പർ ബൗണ്ട് ആണ്. എക്സ് എയിലുണ്ടെന്ന് പറയാം. എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. കേസ് 1 എക്സ് എയിലാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയാം? എക്സ് എ യൂണിയൻ ബിയിൽ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എക്സ് എയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവും? ബിയിൽ ഉണ്ടാവും. കേസ് 1 നമ്മൾ എടുക്കുകയാണ്. എക്സ് എയിലാണെങ്കിൽ ഈ എക്സ് എന്തിനേക്കാൾ ചെറുതായിരിക്കും? വിനേക്കാൾ
ചെറുതായിരിക്കും. അതായത് എക്സ് ബിനേക്കാൾ ചെറുതായിരിക്കും. അതായത് എയിലുള്ള എലിമെന്റ് എന്താണ്? ഏറ്റവും മാക്സിമം എലിമെന്റ് എന്താണ്? സുപ്രീമം ഓഫ് എ ആണ്. അതെന്തായിരിക്കും? വിനേക്കാൾ ചെറുതായിരിക്കും. എയിലുള്ള മാക്സിമം എലിമെന്റ് സുപ്രീമം ഓഫ് എ ആണ്. അതെന്തായിരിക്കും? വിനേക്കാൾ ചെറുതായിരിക്കും. ഇനി കേസ് 2 നോക്കുകയാണെങ്കിൽ ഇപ്പൊ എക്സ് ബിയിലാണുള്ളതെങ്കിൽ ഈ എക്സ് എന്തിനേക്കാൾ ചെറുതായിരിക്കും? വിനേക്കാൾ ചെറുതായിരിക്കും. കാരണം എ യൂണിയൻ ബിന്റെ അപ്പർ ബൗണ്ട് ആണ് വി എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ് ബിയിലുണ്ടെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആയിരിക്കും. അപ്പൊ എക്സ് ബിയിലുണ്ടെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആന്ന് പറയാം. അപ്പൊ ബിന്റെ സുപ്രീമത്തേക്കാൾ ചെറുതായിരിക്കും എന്ത്? വി എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇതിന്റെ രണ്ടിന്റെ സുപ്രീമം എടുത്തു കഴിഞ്ഞാൽ സുപ്രീമം ഓഫ് എ സുപ്രീമം ഓഫ് ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ആണെന്ന് പറയാം. ഇതിന്റെ രണ്ടിന്റെ മാക്സിമം എന്താവും? വിനേക്കാൾ ചെറുതായിരിക്കും. ഇത് വേണമെങ്കിൽ മാക്സിമം എന്നാക്കാം. അതായത് മാക്സിമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സുപ്രീമം എന്നാണ്. അപ്പൊ സുപ്രീമം ഓഫ് എ സുപ്രീമം ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി എന്ന് എഴുതും. അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? എ യൂണിയൻ ബിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ്. അതായത് എ യൂണിയൻ ബിയിലുള്ള എല്ലാ എലമെന്റിനേക്കാൾ വലുതാണ് സുപ്രീമം ഓഫ് എ സുപ്രീമം ഓഫ് എ സുപ്രീമം ബി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? സുപ്രീമം എ സുപ്രീമം ബിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് വി എന്ന് കണ്ടുപിടിച്ചു. വി ഏതിന്റെ അപ്പർ ബൗണ്ട് ആണ്? എ യൂണിയൻ ബിന്റെ അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ഒരു സൈഡും പ്രൂവ് ചെയ്തു, തിരിച്ചും പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സുപ്രീമം ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് സുപ്രീമം എ സുപ്രീമം ബി എന്ന് എഴുതാം. അടുത്ത പ്രോബ്ലം ഇതാണ്. ഷോ ദാറ്റ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ക്യൂ ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ആറിന്റെ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ബൗണ്ടഡ് ആണെങ്കിൽ അതിനൊരു സുപ്രീമം കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഫിമം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. ഇവിടെ നമുക്ക് ക്യൂവിന്റെ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സുപ്രീമം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ പ്രൂഫ്, അതായത് നമ്മളൊരു സബ്സെറ്റ് എസ് എടുത്തു, ക്യൂവിന്റെ സബ്സെറ്റ് ആണ്. ഈ എസ് ബൗണ്ടഡ് എബോവ് ആണെന്ന് എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്യൂവില് ഒരു സുപ്രീമം ഈ സെറ്റിന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇത് ബൗണ്ടഡ് എബോവ് ആണ്, പക്ഷെ ക്യൂവില് ഒരു സുപ്രീമം എസിന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മള് എസ് ഒരു സെറ്റ് എടുക്കുകയാണ്. അതായത് എക്സ് ബിലോങ്സ് ടു ക്യൂ. ക്യൂവിലുള്ള എലമെന്റ്സ് ആണ്. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആവണം. എക്സ് സ്ക്വയർ ലെസ് ദാൻ 2 ആയിട്ടുള്ള എക്സുകളുടെ കളക്ഷനെയാണ് എസ് എന്ന് പറയുന്നത്. ഇത് ബൗണ്ടഡ് എബോവ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അപ്പർ ബൗണ്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 1 സ്ക്വയർ ലെസ് ദാൻ 2 ആണ്. എക്സ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ 2 സ്ക്വയർ ലെസ് ദാൻ 2 അല്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? 2 ആണ് അപ്പർ ബൗണ്ട് എന്ന് പറയാം. അതായത് എസിന്റെ അപ്പർ ബൗണ്ട് 2 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് കെ എന്ന് പറയുന്ന ഒരു നമ്പർ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഇത് ക്യൂവിലുണ്ട്. ഇതാണ് എസിന്റെ സുപ്രീമം എന്ന് അസ്യൂം ചെയ്യാണ്. അപ്പൊ കെ എന്ന് പറയുന്ന ക്യൂവിലുണ്ട്. ഇതാണ് സുപ്രീമം ഓഫ് എസ്. എസിന്റെ സുപ്രീമം ആണ് ഏത്? കെ എന്ന് പറയുന്ന എലമെന്റ്. ഇതൊരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് പറയാം? ഈ സെറ്റിനെ കണക്ട് ചെയ്ത ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് പറയാം? ട്രൈക്കോട്ടമി പ്രോപ്പർട്ടി വെച്ചിട്ട് ഒന്നെങ്കിൽ കെ സ്ക്വയർ ലെസ് ദാൻ 2 ആണെന്ന് പറയാം, അല്ലെങ്കിൽ കെ സ്ക്വയർ ഈക്വൽ ടു 2 ആണെന്ന് പറയാം, അല്ലെങ്കിൽ കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് പറയാം. ഇനി നമ്മൾ ഈ 3 കേസിലും ഇതാണ് കെക്ക് വരാവുന്ന പോസിബിൾ ട്രൈക്കോട്ടമി കണ്ടീഷൻസ്. ഈ 3 കേസിലും കെ തന്നെയാണോ, കെക്ക് സുപ്രീമം ആകാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ കേസ്
കേസ് 1 കെ സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് എടുത്തു. ഇനി നമ്മള് എസ്സിലുള്ള ഒരു എലമെന്റ് എടുക്കുകയാണ്. y എന്ന് പറഞ്ഞിട്ട് ഒരു എലമെന്റ് എസ്സിലുള്ളത് എടുക്കുകയാണ്. y അത് പോസിറ്റീവ് നമ്പർ ആണ്. അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 4 + 3k / 3 + 2k എന്നാണ്. അപ്പൊ നമ്മൾ k - y കണ്ടാൽ എന്ത് വരും? k - 4 + 3k / 3 + 2k എന്ന് പറയുന്നത് എങ്ങനെ വരും? 3k + 2k സ്ക്വയർ -4 - 3k / 3 + 2k എന്ന് വരും. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 2k സ്ക്വയർ -4 / 3 + 2k എന്ന് വരും. അതായത് 2 ഇവിടെ ഔട്ട്സൈഡ് എടുത്താൽ k സ്ക്വയർ -2 ഡിവൈഡഡ് ബൈ 3 + 2k എന്ന് വരും. അതായത് ഇവിടെ എന്താണ് നമ്മൾ എടുത്തത്? k സ്ക്വയർ ലെസ് ദാൻ 2 എന്നാണ്. അതായത് k സ്ക്വയർ -2 ലെസ് ദാൻ 0 എന്ന് വരും. അപ്പൊ ഇത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് ഇത് ലെസ് ദാൻ 0 എന്ന് വന്നു. അതായത് k - y ലെസ് ദാൻ 0 എന്ന് വന്നു. ഇനി നമ്മൾ 2 - y സ്ക്വയർ കാണുകയാണെങ്കിൽ എങ്ങനെ വരും? 2 - 4 + 3k / 3 + 2k ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് എങ്ങനെ വരും? 2 - പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 × 3 + 2k സ്ക്വയർ -4 + 3k സ്ക്വയർ / 3 + 2k സ്ക്വയർ എന്ന് വരും. ഇതിനെ ഇനി എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിയുമ്പോ 2 - k സ്ക്വയർ / 3 + 2k ഹോൾ സ്ക്വയർ എന്ന് വരും. 2 - k സ്ക്വയർ എന്താ വരിക? ഇത് k സ്ക്വയർ -2 ആണ്. അപ്പൊ ഇത് എന്ത് വരും? മൈനസ് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ k സ്ക്വയർ -2 എന്ന് വരും. അത് ലെസ് ദാൻ 0 ആവും. അപ്പൊ പുറത്തൊരു മൈനസ് ഉള്ളതുകൊണ്ട് ഇത് എന്ത് വരും? ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. അതായത് 2 - y സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. അതായത് 2 ഗ്രേറ്റർ ദാൻ y സ്ക്വയർ എന്ന് വരും. നമ്മുടെ സെറ്റ് എങ്ങനെയായിരുന്നു? S = summation x belongs to Q such that x greater than 0 x square less than 2 എന്നായിരുന്നു. അപ്പൊ നമ്മുടെ y സ്ക്വയർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ y നമ്മൾ ചൂസ് ചെയ്തത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു y ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തത്. ആ y ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്തത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു y ചെക്ക് ചെയ്തപ്പോ നമുക്ക് എങ്ങനെ കിട്ടി? k - y എന്ന് പറയുന്നത് ലെസ് ദാൻ 0 എന്ന് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പറയാം? k ലെസ് ദാൻ y എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞത് k എന്താണ്? അപ്പർ ബൗണ്ട് ആണെന്നാണ് പറഞ്ഞത്. അപ്പർ ബൗണ്ട് അല്ല, സുപ്രീമോ ആണെന്ന് പറഞ്ഞു. k നമ്മൾ സുപ്രീമോ ആയിട്ടാണ് അസ്യൂം ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ k ലെസ് ദാൻ y എന്ന് കിട്ടി. y എന്ന് പറയുന്നത് എസ്സിലുള്ള എലമെന്റ് ആണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആ തരത്തിലാണ് നമ്മൾ y ഇവിടെ ചൂസ് ചെയ്തത്. അപ്പൊ k ലെസ് ദാൻ y എന്ന് കിട്ടി. k സുപ്രീം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുകളിലാണ് y കിടക്കുന്നത്. അതായത് y എവിടുത്തെ എലമെന്റ് ആണ്? എസ്സിലുള്ള എലമെന്റ് ആണ്. അപ്പൊ kക്ക് സുപ്രീം ആകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ കേസ് 1 ഇത് നമ്മുടെ k സുപ്രീം ആണെന്നുള്ള അസംഷൻ കോൺട്രഡിക്റ്റ് ചെയ്തു. ഇവിടെ k സുപ്രീം ആവാൻ പറ്റില്ല. കാരണം kക്ക് മുകളില് എസ്സിലുള്ള ഒരു എലമെന്റ് ഉണ്ട്. അപ്പൊ ഇതാണ് കേസ് 1. ഇനി ഇത് k സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 വരുമ്പോ എങ്ങനെ വരും? k - y എന്ന് പറയുന്നത് ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് വരും. ഈ കണ്ടീഷൻ ഓക്കെയാണ്. കാരണം ഇത് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇതിലുള്ള എലമെന്റ് ആണ് y നമ്മൾ ഇങ്ങനെ ഒരു ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് ആണ് ചൂസ് ചെയ്തത്. അത് ഈ സെറ്റിലുള്ള എലമെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 × k സ്ക്വയർ - ഇതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അതായത് എങ്ങനെ വന്നു?
കെ മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നു. അതായത് കെ ഗ്രേറ്റർ ദാൻ വൈ എന്ന് വന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? കെ എങ്ങനെ ആവില്ല? സുപ്രീം ആവില്ല. കാരണം എന്താന്ന് വെച്ചാല് വൈ എന്ന് പറയുന്നത് എസിലുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ കെന്റെ താഴെയാണ് വൈ. അപ്പൊ നമുക്ക് ഈ വൈനെ എന്താക്കാം? ഒരു അപ്പർ ബൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ സെറ്റ് എസിന്റെ അപ്പർ ബൗണ്ട് ആക്കാം. അതായത് സെറ്റ് എസിലുള്ള എല്ലാ എലമെന്റ്സും എന്താണ്? വൈന്റെ താഴെയാണെന്ന് പറയാൻ പറ്റും. അപ്പൊ കെ സുപ്രീം ആവാൻ പറ്റുമോ? ഇല്ല. ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെയാണ് സുപ്രീം എന്ന് പറയാം. അപ്പൊ ഇവിടെ കെക്ക് സുപ്രീം ആവാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് കോൺട്രഡിക്ഷൻ വന്നു. അപ്പൊ നമുക്ക് പറയാം കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആയാലും നമുക്കിവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത് കൊണ്ട് കെക്ക് എന്താവാൻ പറ്റില്ല? സുപ്രീമം ആവാൻ പറ്റില്ല. ഇനി അടുത്ത കേസ് കെ സ്ക്വയർ ഈക്വൽ ടു 2 ആണ്. ഇവിടെ നമുക്ക് എന്ത് പറയാം? കെ എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. കാരണം കെ നമ്മൾ ചൂസ് ചെയ്തത് ക്യൂവിലുള്ള ഒരു എലമെന്റ് ആയിട്ടാണ്. ഒരു റാഷണൽ നമ്പറിനെ അതിന്റെ പവർ ആയിട്ട് 2 എന്ന് കിട്ടില്ല. ഒരു റാഷണൽ നമ്പറിന്റെയും സ്ക്വയർ എന്താവില്ല? 2 വരില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനെ പറയാൻ പറ്റില്ല. കെ ക്യൂവിൽ നിന്നായിട്ട് കെ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് വരുന്ന ഒരു കണ്ടീഷനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വന്നു? കോൺട്രഡിക്ഷൻ വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? കെ എന്താവില്ല? സുപ്രീമം ആവില്ല. നമ്മൾ സുപ്രീമം ആണെന്ന് അസ്യൂം ചെയ്തു. അത് സുപ്രീമം ആണെങ്കിൽ ഈ സെറ്റിനാണ് നമുക്ക് ഒരു സുപ്രീമം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ സെറ്റിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സുകൾ വേണം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രൈക്കോട്ടമി കണ്ടീഷൻ വെച്ച് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആ 3 കേസിലും കെ സുപ്രീമം ആവില്ല. അതിന്റെ ലോജിക്കലി അതിന്റെ കോൺട്രഡിക്ഷൻ വരുന്നത് കൊണ്ട് കെ സുപ്രീമം ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൂഫ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്.